പ്രശസ്ത ബോളിവുഡ് നടിയും അതുപോലെ തന്നെ മണ്ടിയിൽ നിന്നുള്ള എംപിയുമായ BJP എംപിയുമായ കങ്കണ റണൌട്ടിന് അടിയേറ്റ സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അവർ ഡൽഹിയിലേക്ക് പോകുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ചാണ് CISF വനിതാ ഉദ്യോഗസ്ഥയായ കുൽവീന്ദർ കൗർ കങ്കണ റണൌട്ടിനെ അടിക്കുന്നത്. അങ്ങനെ അടിക്കാൻ കാരണമായി CISF ഉദ്യോഗസ്ഥ പറഞ്ഞത് പഞ്ചാബിൽ കർഷക സമരം നടക്കുമ്പോൾ അവിടെ സമരം ചെയ്ത സ്ത്രീകൾക്കെതിരെ കങ്കണ റണൌട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവിടെ 100 രൂപയ്ക്ക് വേണ്ടിയാണ് അവിടെ സ്ത്രീകളടക്കം സമരം ചെയ്യുന്നത്. അങ്ങനെ 100 രൂപ കൊടുത്താൽ കങ്കണ അവിടെ പോയി സമരം ചെയ്യുമോ എന്ന് കുൽവീന്ദർ കൗർ ചോദിക്കുകയാണ്. അന്ന് കങ്കണ അങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മയും അവിടെ സമരം ചെയ്യുകയായിരുന്നു എന്നാണ് കുൽവീന്ദർ കൗർ പറഞ്ഞത്. അന്ന് അങ്ങനെ പറഞ്ഞതിലുള്ള കങ്കണ റണൌത്ത് പറഞ്ഞതിലുള്ള രോഷമാണ്, അമർഷമാണ് അങ്ങനെ കങ്കണ റണൌത്തിനെ അടിക്കാൻ കാരണമായത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. എന്തായാലും ഈ സംഭവം വലിയ വിവാദമായതിന് പിന്നാലെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദാവൂദ് സർ, അങ്ങനെ ഒരു അമർഷവും രോഷവും ഒക്കെ തോന്നാം. പക്ഷേ അവർ ഒരു MP ആണ്, നിയുക്ത MP ആണ്. അതിലുമപ്പുറം അവരൊരു വലിയ പ്രശസ്ത ബോളിവുഡ് നടിയാണ്. അങ്ങനെയൊക്കെ പരസ്യമായി അടിക്കാമോ? എന്താണ് ഇതിനകത്ത് ഏറ്റവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഡിബേറ്റ് ഇതാണ്, അടിക്കാമോ. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് അടിക്കാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അടി കിട്ടിയത് നന്നായി എന്ന് പറയുന്ന ആളുകൾ വേറെ രീതി പറയുന്നുണ്ട്. അടിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നന്നായിട്ട് അടിക്കാം. അയ്യോ, പക്ഷെ ഇതിൽ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, കങ്കണ ഈ പ്രസ്താവന നടത്തുന്ന അടുത്ത ദിവസങ്ങളിലൊന്നുമല്ല കേട്ടോ, മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവനയാണ്. അപ്പോൾ അത് ഈ CISF ഉദ്യോഗസ്ഥ, സാധാരണഗതിയിൽ CISFലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാൾ അവരിത്തരം കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കില്ല പിന്നെ എന്നൊക്കെയല്ല നമ്മൾ വിചാരിക്കുക. അത് നോക്കൂ, മാസങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു പ്രസ്താവന ഒരു ഓർമ്മയിൽ വെക്കുന്നു, ആ നടത്തിയ ആൾ കണ്ടെത്തുന്നു, വരുന്ന ദിവസം സമയം നോക്കിയിട്ട് മുഖത്തൊന്ന് കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ ബോധം ഒന്ന് വളരെ പ്രധാനമാണ്. ഇതിലൊരു കാര്യം നോക്കൂ, ഇവർ പഞ്ചാബിയാണ്, സിഖുകാരിയാണ്. ഈ സിഖുകാർ, പഞ്ചാബികൾ, അവരുടെ ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ സ്വത്ത് ബോധം എവിടെ എത്തിയാലും മറക്കാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണം നമുക്ക് ഇന്ത്യ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വന്നത് ആരാണ്? ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വന്നത് അവരുടെ തന്നെ ബോഡി ഗാർഡ്സ് ആയിട്ടുള്ള, അംഗരക്ഷകരായിട്ടുള്ള സൈനികരാണ്. അവരുടെ മോട്ടീവ് എന്തായിരുന്നു? അവർക്ക് ഇന്ദിരാഗാന്ധിയോട് പ്രത്യേകിച്ച് വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ലല്ലോ. ഇന്ദിരാഗാന്ധി അവരെ സസ്പെൻഡ് ചെയ്യുകയോ സ്ഥലം മാറ്റുകയോ എന്തെങ്കിലും ശിക്ഷാ നടപടി സ്വീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. 84-ലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, ഈ പറയുന്ന അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നടത്തി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഓപ്പറേഷൻ, അത് സിഖ് വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട്. സിഖുകാരുടെ അവരുടെ മാനബിന്ദുക്കൾ എന്ന് പറയാവുന്ന അവരുടെ പവിത്ര സ്ഥലങ്ങളെ അത് മോശമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വൈകാരികമായ ഒരു പ്രതിഷേധം അവർക്കുണ്ട്. ഇന്ദിരാഗാന്ധിയെ കൊന്നതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല, പക്ഷേ നോക്കൂ, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായി നിൽക്കുന്ന ആളുകൾ അവരെത്രത്തോളം ഫിൽട്ടറിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും ആ പദവിയിൽ എത്തിയിട്ടുണ്ടാകുക, ആ പോസ്റ്റിൽ എത്തിയിട്ടുണ്ടാകുക. പക്ഷേ അവിടെ ഇരിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഞങ്ങളുടെ ജനതയ്ക്കു നേരെ ഈ സ്ത്രീ, ഈ പ്രധാനമന്ത്രി ഇങ്ങനൊരു അപരാധം ചെയ്തു, അതിനോട് ഞങ്ങൾക്ക് പ്രതികാരം ചെയ്യണം എന്ന ആ കനൽ അവരിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കും. നമുക്ക് ഇന്ദിരാഗാന്ധി വെടിവെച്ച് വന്നാൽ പിടിക്കപ്പെടുമെന്നുള്ളതും ശിക്ഷിക്കപ്പെടുമെന്നുള്ളതും 101% ഉറപ്പല്ലേ? എന്നിട്ടും അവർ ഈ പണി ചെയ്തു. അവരും ഇന്ദിരാഗാന്ധി വെടിവെച്ച് വന്നു. ഈ 2008-ലും 2009-ൽ ഈ നമ്മുടെ ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് ഒരു പത്രസമ്മേളനം നടത്തുകയാണ്. ആ പത്രസമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ ഷൂ എറിയുന്നത്. ഷൂ എറിയുന്ന ആരാണെന്നറിയോ? ഡൽഹിയിൽ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റാണ്, ജേർണൽ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റ്. അദ്ദേഹം ഷൂ എറിയാൻ കാരണം അന്ന് ഈ 84-ലെ സിഖ് കൂട്ടക്കൊല കേസിൽ ജഗദീഷ് ടൈറ്റ്ലർ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാവിനെ CBI കുറ്റവിമുക്തനാക്കി. അപ്പോൾ അതിലുള്ള പ്രതിഷേധം തീർക്കാൻ വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി ആ ചിദംബരം പത്രസമ്മേളനം നടത്തുമ്പോൾ ജേർണലിസ്റ്റ് ഷൂ അയച്ചിട്ട് എറിയാണ്. അപ്പോൾ അതിനുശേഷം ജേർണൽ സിംഗിനെ AAP എന്ത് ചെയ്തെന്നറിയോ? അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു. അദ്ദേഹം വിജയിച്ചു, MLA ആയി. ആൾ മരിച്ചു പോയിട്ടോ, 48-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം ജേർണലിസ്റ്റാണ്. ആഭ്യന്തരമന്ത്രിയുടെയൊക്കെ പത്രസമ്മേളനം കവർ ചെയ്യാൻ PIB പാസ്സുള്ള ഒരു ജേർണലിസ്റ്റാണ്. പക്ഷേ 84-ൽ സ്വന്തം ജനതയ്ക്ക് നേരെ നടത്തിയിട്ടുള്ള ഒരു വംശഹത്യ, ആ വംശഹത്യയിൽ പങ്കാളിയായ ഒരാൾക്കെതിരെ
ഒരാൾക്കെതിരെയുള്ള നടപടി അവസാനിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ ആ പ്രതിഷേധം അദ്ദേഹം പരസ്യമായിട്ട് നോക്കൂ. ഒരു പത്രസമ്മേളനത്തിൽ ജേർണലിസ്റ്റായി ജോലി ചെയ്യുന്ന ഒരാൾ അവിടെ പത്രസമ്മേളനം നടത്തുന്ന ആൾക്കെതിരെ ഷൂ എറിയുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇതാണ്. സമാനമായ സംഭവം അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം ഉണ്ടായിട്ടുണ്ട് ബഗ്ദാദിൽ ജോർജ് ബുഷിനെതിരെ. ജോർജ് ബുഷ് പത്രസമ്മേളനം എന്താ അങ്ങനെ ഒരു മുൻതറർ എന്തോ പേരുള്ള ഒരു ജേർണലിസ്റ്റ്, ഒരു ഇറാഖി ജേർണലിസ്റ്റ് ജോർജ് ബുഷിനെതിരെ ഷൂ എറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മനുഷ്യനെ പിന്നെ AP സ്ഥാനാർത്ഥിയാക്കുന്നതും അദ്ദേഹം വിജയിക്കുന്നതും ഒക്കെ എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അത്രയും പിന്തുണ ഉള്ളത് കൊണ്ടാണ്. ഈ വർഷത്തെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫരീദ് കോട്ട് എന്ന് പറഞ്ഞിട്ട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യൂൻസിയുണ്ട് പഞ്ചാബിൽ. അവിടെ വിജയിച്ചത് ആരാണെന്നറിയോ? സർബ്ജിത്ത് സിംഗ് ഖൽസ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ദിരാഗാന്ധി വധക്കേസിലെ പ്രതിയായിട്ടുള്ള ബിയാൻ സിംഗിൻ്റെ മകനാണ്. അവൻ തന്നെ നിന്നിട്ട് ഒറ്റക്ക് നിന്നിട്ട് ജയിക്കുകയാണ്. പിന്നെ അമൃത്പാൽ സിംഗ് ഖൽസ, അദ്ദേഹം ഖദൂർ സാഹിബിൽ വിജയിക്കുകയാണ്. അത് ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് 1,99,000 സംതിങ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. ഈ സർബ്ജിത്തിന് 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അമൃത്പാൽ സിംഗിൻ്റെ ഒക്കെ വിജയം അല്ലെങ്കിൽ അമൃത്പാൽ സിംഗ് അസമിലുള്ള ജയിലിലാണ്, ദിബ്രുഗഡ് ജയിലിലാണ് കിടക്കുന്നത്. അതാണ് ഈ പഞ്ചാബി വികാരം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കിടക്കുന്നുണ്ട്. സിഖ് വികാരം എന്ന് പറയുന്ന കാര്യം കിടക്കുന്നുണ്ട്. 80കളിൽ ഇത് അതിശക്തമായി ഉയർന്നു വന്നു. പോലീസിനെ ഉപയോഗിച്ച്, സൈനിക ശേഷി ഉപയോഗിച്ച് അതിനെ അടിച്ചമർത്തിയെങ്കിലും പക്ഷേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആ പറയുന്ന സംഗതി, ആ പഞ്ചാബി സബ് നാഷണാലിറ്റി സിഖ് ഉണർവ് എന്ന് പറയുന്ന ഘടകം കൂടുതൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് CISFലെ ഉദ്യോഗസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന വളരെ റിഗറസായ ട്രെയിനിങ്ങിലൂടെ കടന്നുപോയ ഒരു കേന്ദ്ര സേനയാണല്ലോ അത്. വളരെ റിഗറസായ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. എയർപോർട്ട് പോലെയുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇൻസ്റ്റലേഷൻസിൻ്റെ സംരക്ഷണമാണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരാൾ എത്രയോ കാലം മുമ്പ് കങ്കണ നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പേരിൽ ആ പ്രതിഷേധവും അമർഷവും കാത്തു സൂക്ഷിച്ച് കാത്തു നിന്ന് അവർ വരുന്നൊരു സന്ദർഭം നോക്കി മുഖത്തടിക്കുന്നുണ്ടെങ്കിൽ ചാൻസ് ഇപ്പോൾ കൊടുത്തു. അത് അങ്ങനെ അടിച്ചത് ശരിയോ തെറ്റോ എന്നുള്ള ആ ചർച്ചയല്ല ഞാൻ നടത്തുന്നത്. ഇത് മനസ്സിലാക്കണം. പഞ്ചാബികളുടെ വികാരം വ്രണപ്പെടുത്തുന്നു, അവരെ സൈഡ് ലൈൻ ചെയ്യുന്നു, അവരെ നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് എളുപ്പം തണുപ്പിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല എന്ന പല ഉദാഹരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എഗൻ ഈ സ്ത്രീ പ്രകടിപ്പിച്ചിരിക്കുകയെന്നാണ്. യെസ്, അതാണ് അജംസ്. ഇവിടുത്തെ ശരിതെറ്റുകൾ മാറ്റിവെച്ചാൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണ്? ഒരു സാധാരണക്കാരെ വേദനിപ്പിച്ചാൽ അതിൽ പ്രതികരണം, അതിന് MP ആയാലും മന്ത്രി ആയാലും അതെപ്പോഴായാലും നേരിടേണ്ടി വരുമെന്നാണ്. അല്ല, അതിൻ്റെ 2 വേർഷൻ ഉണ്ട്. നമ്മളിപ്പോൾ അതിൽ ഒരു വേർഷനാണ് ചർച്ച ചെയ്യുന്നത്. തല്ലി ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അതായത് അവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ CSFൻ്റെ അടുത്ത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് ചെല്ലുമ്പോൾ ഇപ്പോൾ ആണുങ്ങളൊക്കെയാണെങ്കിൽ ബെൽറ്റ് വരെ അഴിപ്പിക്കും. നമ്മൾ ബെൽറ്റ് അഴിക്കും, എല്ലാം വാലറ്റ് മൊബൈൽ എല്ലാം അഴിച്ച് ചെക്ക് ചെയ്യണം. അവരുടെ വാലറ്റ് ഈ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് അത് ചെക്കിങ്ങിന് കൊടുക്കാൻ പറഞ്ഞ പോലീസ് കേട്ടില്ല. അത് തമ്മിൽ എന്തോ സ്പാറ്റുണ്ടായി. ആ സ്പാറ്റിൻ്റെ അവസാനത്തെ ഒരു ഭാഗം മാത്രമാണ് വീഡിയോ ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ആ വീഡിയോയിൽ അവർ പറയുന്നത് എന്താണ്, 100 രൂപയ്ക്ക് അവിടെ വന്ന് സമരം ചെയ്യുന്നവരെന്ന് പറഞ്ഞില്ലേ, നിങ്ങളവിടെ പോയിട്ടുണ്ടോ? എൻ്റെ അമ്മ ആ സമയത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ തല്ലിയോ ഇല്ലയോ എന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്. തല്ലി എന്നുള്ള ആ വേർഷൻ എടുത്താൽ പോലും അവരങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം, അവർ ക്ഷുഭിതയാവാനുള്ളൊരു കാരണമുണ്ട്. അവർ ഈ പറയുന്ന ഭാരത് കിസാൻ മോർച്ചയുടെ കോർഡിനേറ്ററുടെ പെങ്ങളാണ്. അവരുടെ കുടുംബം ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ആ സമരമായിട്ട് വൈകാരികമായ ബന്ധമുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നാൾ ഓർത്തിരുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഓർത്തിരിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ ഷഹീൻ ബാഗ് ദാദി എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്, ബിൽക്കീസ് ബാനു. അവർക്ക് 90-100 വയസ്സുണ്ട്, 95-100 വയസ്സുണ്ട്. അവരാണ് ഷഹീൻ ബാഗ് സമരത്തിൻ്റെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ പ്രതീകമായിരുന്നു അവർ. അപ്പോൾ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു വയസ്സായ സ്ത്രീകളെ ചൂണ്ടിക്കാട്ടി കങ്കണ റണാവത്ത് ഒരു ട്വീറ്റ് ചെയ്തു 2020. അതായത് അവരാ ഷഹീൻ ബാഗ് ദാദിയാണ് വന്നിരിക്കുന്നത്, അവരൊക്കെ 100 രൂപയ്ക്ക് വിളിച്ച സമരത്തിന് പോകുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അതിന് 2 രീതിയിലൊരു പ്രശ്നമുണ്ട്. ഒന്ന്, 100 രൂപയ്ക്ക് വിളിച്ചാൽ പോകുന്ന ആളുകളാണ് ഈ പറയുന്ന ഷഹീൻ ബാഗിലെ സമരക്കാരൻ. ഒന്ന് ഷഹീൻ ബാഗുകാർ ആക്ഷേപിക്കുകയാണ്, അവരെ ആക്ഷേപിക്കുകയാണ്, അവർ സമരം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണെന്ന് ആക്ഷേപിക്കുകയാണ്. അപ്പോൾ കങ്കണ റണാവത്ത് ഒരാളെയും തല്ലുന്നതിനെ ന്യായീകരിക്കാനേ കഴിയില്ല. തല്ലുന്നത് മാത്രമല്ല, ചീത്ത വിളിക്കുന്നതൊക്കെ ഞാൻ വ്യക്തിപരമായിട്ട് എതിരാണ്. ഒരാളെ അധിക്ഷേപിച്ച് സംസാരിക്കുക, തല്ലുക, ഇതൊക്കെ വയലൻസ് തന്നെയാണ്. പക്ഷേ കങ്കണ റണാവത്തിന് ഇങ്ങനെ കിട്ടാനുള്ളൊരു കാരണം, ഒരടി കിട്ടാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അവർ വളരെ എന്താണ് വായനയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത്. അവരുടെ ട്വിറ്റർ ഹാൻഡിൽ സസ്പെൻഡ് ചെയ്തതാണ്, ഓർക്കുന്നുണ്ടാവും. ആ ട്വിറ്റർ ഹാൻഡിൽ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം 2021 വെസ്റ്റ് ബംഗാൾ ഇലക്ഷനിൽ അവിടെ അക്രമം ഉണ്ടായി. അപ്പോൾ ഇവർ ട്വീറ്റ് ചെയ്തത്
അവിടെ ബ്ലഡ് ബാത്ത് നടക്കുകയാണ്, അതിന് തിരിച്ചടി വേണം എന്നാണ് പറയുന്നത്. ട്വിറ്ററിൻ്റെ പോളിസി പ്രകാരം അത് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. അവരെ ട്വിറ്റർ സസ്പെൻഡ് ചെയ്തിട്ടിപ്പോൾ ഇങ്ങേര് വന്നതിന് ശേഷമാണ് ആര് മറ്റേ ടെസ്ലയുടെ എലോൺ മസ്ക് വന്നതിന് ശേഷമാണ് തിരികെ കൊടുത്തത് അവർക്ക്. ട്രംപിൻ്റെ അവരെ കളഞ്ഞാണല്ലോ അവർ. ഓക്കെ, അവർ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി എന്നുള്ളത് ആദ്യമായിട്ടല്ല. അവർ ആർക്കൊക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഋത്തിക് റോഷനും അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഋത്തിക് റോഷൻ അധിക്ഷേപിച്ച് സംസാരിച്ചു, അയാൾ കൊണ്ടുപോയി കേസ്. ആ കേസ് ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ഈ ഡിഫമേറ്ററി എന്തോ കേസ് കൊടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ജാവേദ് അക്തറിനെതിരെ അതുപോലെ കരൺ ജോഹറിനെതിരെ അവർ പറയാത്ത ആർക്കെതിരെ ഇല്ല. അവരിങ്ങനെ പാർലമെന്റിൽ നമുക്ക് അടിപൊളി പ്രസംഗങ്ങൾ പ്രതീക്ഷിക്കാം അല്ലേ? ഞാൻ പറയുന്നത് ഒരു അങ്ങനെ അടിപൊളി എന്നല്ല, ഒരു സ്മൃതി ഇറാനി 2.0 അതാണ്. സ്മൃതി ഇറാനി ഇല്ലാത്തതിൻ്റെ കുറവ് നികത്താൻ കങ്കണ റണാവത്ത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ ഞാൻ തല്ലിയതിന് അയച്ചു പറയല്ല, പക്ഷെ അതിന് അവർക്ക് ഇനിയും അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ വൈകാരികമായി അവരോട് പ്രതികരിക്കാനുള്ള സാധ്യത, കാരണം അത്ര ആൾക്കാരെ അവർ വെറുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ അവർ നല്ല നടിയൊക്കെയാണ്, അവരൊരു ടാലൻ്റുള്ള നടിയാണ്. പക്ഷേ എന്തോ രാഷ്ട്രീയ മോഹങ്ങളാൽ ഇങ്ങനെ പെരുമാറുന്നു. അപ്പോൾ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ RSSകാരല്ലാത്ത ആളുകൾ BJP വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവരൊരു ചലഞ്ച് നേരിടുന്നുണ്ട്. അവർ നേരിടുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ അവരെപ്പോലെ ബിഹേവ് ചെയ്യാൻ ഇവർക്ക് അറിയില്ല. അതായത് ഇപ്പോൾ യോഗി ആദിത്യനാഥോ സാധ്വി പ്രാച്ചിയൊക്കെ സംസാരിക്കുന്ന രീതിയിൽ അവർക്ക് സംസ്കാരിക്കറിയില്ല. അപ്പോൾ ശ്രദ്ധ തന്നെ എന്ത് വേണം, അവർക്ക് മുകളിൽ എന്തെങ്കിലും സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നത്. BJPയിൽ ശ്രദ്ധ കിട്ടണമെങ്കിൽ, ആ പാർട്ടിക്കകത്ത് ശ്രദ്ധ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഇൻഫ്ലമേറ്ററി ആയിട്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കാനുള്ള ശ്രമമാണത്. ആ സംസാരിച്ചുകൊണ്ടാണ് അവർക്ക് മാണ്ടിയിൽ സീറ്റ് കിട്ടിയത്, അവർ ജയിച്ചതൊക്കെ അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനങ്ങനെ ഉണ്ടാവാതെ. യെസ്, അതാണ് ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് അഭിപ്രായം. എന്തായാലും ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ അത് കങ്കണ റണാവത്ത് മുൻപ് നടത്തിയ പ്രസ്താവനകളുടെ ഒരു ഫലം എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും വരും ദിവസങ്ങളിൽ പാർലമെൻറ്റ് കൂടുമ്പോൾ ഏത് രീതിയിലായിരിക്കും കങ്കണ റണാവത്തിൻ്റെ പരാമർശങ്ങൾ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്.